بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم إياي أولا ونفسي بتقوى الله. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ജീവിതത്തിൻ്റെ പരമാവധി മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി തൻ്റെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ മത്സരിച്ച മഹാനായ ഒരു സഹാബിയായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ എന്നറിയപ്പെടുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഇബ്നു ഉമർ. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ മുത്തബിഉസ്സുന്ന എന്ന പേരിലാണ്. മുത്തബിഉസ്സുന്ന മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ സമീപത്ത് കടന്നു വരികയാണ്. നളറ അബ്ദുല്ലാഹിബ്നു ഉമർ യൗമൻ ഇലൽ ബൈത്ത് ഔ ഇലൽ കഅബ, കഅബയിലേക്ക് നോക്കിക്കൊണ്ട് ഫഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അഅ്ലമകി വ അഅ്ലമ ഹുർമതികൽ മുഅ്മിനു അഅ്ലമു ഹുർമതൻ ഇൻദല്ലാഹി മിൻകി. അല്ലയോ കഅബ, നീ എത്ര ഗംഭീരമാണ്, മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ നിന്റെ സ്ഥാനം എത്ര പവിത്രമാണ്. പക്ഷേ പക്ഷേ ലോകത്തിൻ്റെ രക്ഷിതാവായ
അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നേക്കാൾ സ്ഥാനമാണ് കഅബ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മുഅ്മിനിന്. ഇബ്നു ഉമർ അള്ളാഹു പറയുകയാണ്, കഅബ നിന്നേക്കാൾ നീ എത്ര ഗംഭീരമാണ്, നിന്റെ സ്ഥാനം എത്ര പവിത്രമാണ്. പക്ഷേ നിന്നേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളത് ഒരു മുഅ്മിനാണ്. ഒരു മുഅ്മിനിൻ്റെ പവിത്രതയാണ്. ഒരു മുഅ്മിനിന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുന്ന സ്ഥാനമാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനുകളുടെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ എന്ത് എന്ന് ഒരു ആവർത്തി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ലോകത്തിന് എല്ലാ കാലത്തും മാതൃകയായിരുന്ന ഒരു സമൂഹം, സമൂഹത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന ഒരു സമൂഹം. നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ചരിത്രങ്ങൾ പോലും നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കുമ്പോൾ എവിടെയായിരുന്നു മുസ്ലിങ്ങളുടെ സ്ഥാനം? ഇന്ത്യയിൽ ഇന്നും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ സ്മാരകങ്ങളും അത്തരത്തിലുള്ള മന്ദിരങ്ങളും മുസ്ലിം ഭരണാധികാരികളുടെ കാലങ്ങളിൽ അവരുടെ കൈകളിൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണെന്നൊക്കെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയില്ല. അത്രയ്ക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്ഥാനമാനങ്ങളും വലിയ പദവികളും അലങ്കരിച്ചിരുന്ന മുസ്ലിം സമൂഹം ഇന്ന് എവിടെ കിടക്കുന്നു? ഇന്ന് മുസ്ലിം എന്ന് പറയുമ്പോൾ, ഒരു മുസ്ലിം നാമധാരിയാകുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ നാടുകളിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന പല വാർത്തകളും മുസ്ലിം നാമധാരിയായി താടി വെച്ച് ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിക്കൊണ്ട് താടി വെച്ചുകൊണ്ട് പല യൂറോപ്യൻ നാടുകളിലേക്കും പോകുമ്പോൾ അനുഭവിക്കപ്പെടുന്ന പ്രയാസങ്ങൾ എത്രയാ? എന്തു പറ്റി മുസ്ലിം സമൂഹത്തിന്? മരണപ്പെട്ടുപോയ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പോലും ഈ രൂപത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് മുൻകാല ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന മുസ്ലിം സമൂഹം എന്തുകൊണ്ട് ഇത്ര താഴത്തേക്ക് പോകേണ്ടി വന്നു? നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ. കാരണം ഇന്ന് മുസ്ലിം സമൂഹം ശത്രുക്കളുടെ കരങ്ങളാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പല രൂപത്തിൽ അവരുടെ പേനത്തുമ്പുകളും അവരുടെ നാവുകളും അവരുടെ IT മീഡിയ രംഗത്തുള്ള സകല സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ മുഴുവൻ ശത്രുക്കളും ഇസ്ലാമിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് രൂപത്തിലുള്ള മാധ്യമങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അവിടെയെല്ലാം മുസ്ലിം രാജ്യങ്ങളുടെ പേരുകൾ, അവിടെ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുടെ മുസ്ലിം സഹോദരിമാരുടെ രംഗങ്ങൾ, റോഡുകളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന പിഞ്ചു പൈതങ്ങളുടെ മൃതശരീരങ്ങൾ, ഫലസ്തീനിൽ നിന്നും സിറിയയിൽ നിന്നും ഇങ്ങനെ കേൾക്കുന്ന വാർത്തകൾ. എന്തുപറ്റി മുസ്ലിം സമൂഹത്തിന്? നമ്മുടെ ഐക്യം എവിടെ നഷ്ടപ്പെട്ടു പോയി? എന്തുകൊണ്ട് ഇത്രയധികം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ മേൽ കുതിര കയറുന്ന അവസ്ഥയുണ്ടായി? നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഒരു കാലത്ത് ഇസ്ലാം എന്ന് പറയുമ്പോൾ, മുസ്ലിം എന്ന് പറയുമ്പോൾ, ഇസ്ലാമിക സാമ്രാജ്യം എന്ന് പറയുമ്പോൾ റോമാ സാമ്രാജ്യം പോലും പേടിച്ചു വിറച്ചിരുന്നുവെന്ന് ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലെ ഇസ്ലാം എന്തായിരുന്നു അന്ന് ഇസ്ലാമിൻ്റെ വില? അത് പഠിച്ചിട്ടല്ലേ മഹാനായ ഗാന്ധിജി പോലും പറഞ്ഞത് ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഭരണം ഉമറിൻ്റെ ഭരണമാണെന്ന് പറഞ്ഞതെങ്കിൽ അത്രയ്ക്ക് സമൂഹത്തിൻ്റെ മനസ്സുകളിൽ ഉന്നത സ്ഥാനമുണ്ടായിരുന്ന നമ്മുടെ സമൂഹം, മുസ്ലിം സമൂഹം, ഇന്നെന്തുകൊണ്ട് അതിൻ്റെ ഗ്രാഫ് ഏറെ താഴോട്ടു പോയി എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് തൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ പ്രസംഗം ഹജ്ജത്തുൽ വിദാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ലോകത്തിൻ്റെ പ്രവാചകൻ അവിടെ ഒരുമിച്ച് കൂടിയ തൻ്റെ സ്വഹാബികളോട് പറഞ്ഞ ചില വാക്കുകൾ. ഈ ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അദ്ദേഹം പറയുന്നു, അന്നഹു ഖാല ഫി ഹജ്ജത്തുൽ വദാ, ലോകത്തിൻ്റെ പ്രവാചകൻ ഹജ്ജത്തുൽ വിദാഇന്റെ സദസ്സിൽ ഞങ്ങളോട് പറഞ്ഞു, വൈഹക്കും ഔ വൈലക്കും, നിങ്ങൾക്ക് നാശം,
ലാ തർജിഉ ബഅദി കുഫാരൻ യളിരിബു ബഅലുകും ബിഖാബ ബഅൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾക്ക് നാശം. എനിക്ക് ശേഷം പരസ്പരം കഴുത്തറക്കുന്ന മതനിഷേധികളായി നിങ്ങൾ മാറരുത്. പ്രവാചകന്റെ വാക്കുകൾ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ. പ്രവാചകൻ പറയുന്നു, എനിക്ക് ശേഷം നിങ്ങൾ മുസ്ലിങ്ങൾ, മുഅ്മിനുകൾ പരസ്പരം കഴുത്തറക്കുന്ന മതനിഷേധികളായി മാറരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്ന് പുലർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പരസ്പരം തെറ്റി, നമ്മൾ പരസ്പരം നമ്മുടെ മനസ്സുകൾ ചിന്നിച്ചിതറിപ്പോയി. ആരും ആരോടും ഐക്യമില്ല, ആർക്കും ആരോടും സ്നേഹമില്ല. നമ്മൾ ആലോചിക്കണം. ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി കടന്നു വന്ന ഒരു കാലഘട്ടമുണ്ട് നമ്മുടെ ഓർമ്മകളിൽ, ചരിത്രങ്ങളിൽ. അത് നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ചരിത്രം? മക്കയുടെ മണ്ണിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുമായി, കലിമത്തു തൗഹീദുകളുമായി കടന്നു വന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന സമൂഹത്തിൻ്റെ അവസ്ഥ, ഡാർക്ക് ഏജ് എന്നൊക്കെ പല പ്രസംഗങ്ങളിലും പല ഗ്രന്ഥങ്ങളിലും നമ്മൾ എഴുതി വെച്ച ആ ഒരു സമൂഹം, ആ സമൂഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അവസാനം മാറ്റി പറയുകയാണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. വെറുതെ ഒട്ടകങ്ങൾ പരസ്പരം പുല്ല് തിന്നതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ വർഷങ്ങളോളം മാസങ്ങളോളം കുടുംബ ബദ്ധവൈരികളായി യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹം, ഞാൻ മരിച്ചാൽ ഒരു മുന്തിരിവള്ളിയുടെ ചോട്ടിൽ എന്നെ മറവ് ചെയ്യണമെന്ന് പറഞ്ഞ അത്രയ്ക്ക് വൈനിൻ്റെ, കള്ളിൻ്റെ, മദ്യത്തിൻ്റെ അടിമകളായിരുന്നൊരു സമൂഹം. എല്ലാ നിലക്കും ഒരു ഐക്യവും അവർ തമ്മിലുണ്ടായിരുന്നില്ല. എല്ലാ മക്കയിലെ ഗോത്രങ്ങൾ പരസ്പരം ഐക്യമുള്ള ഗോത്രങ്ങളൊന്നുമില്ലായിരുന്നു. എല്ലാ ഗോത്രങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ടയായിരുന്നു, കലഹങ്ങളായിരുന്നു. പക്ഷേ ആ സമൂഹത്തെ പ്രവാചകൻ മാറ്റിയെടുത്തു. 23 വർഷം കൊണ്ട് അവസാനം ആ സമൂഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമൂഹം. നന്മ കൽപ്പിക്കുന്നതിന്, തിന്മ വിരോധിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഉത്തമമായ സമൂഹം നിങ്ങളാണെന്ന് അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തിരുത്തി പറഞ്ഞു. ആ പ്രവാചകന്റെ അനുചരന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും മുൻകഴിഞ്ഞു പോയ ആളുകൾ, റളിയല്ലാഹു അൻഹും വറളൂ അൻഹും, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവേയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലേക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ മാറ്റിപ്പറയുന്ന രൂപത്തിലേക്ക് എങ്ങനെയുള്ള സമൂഹത്തെ പ്രവാചകൻ മാറ്റിയെടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അടിമയും ഉടമയും ഉണ്ടായിരുന്ന ഒരു നാട്, മനുഷ്യന് ഒരു നാട്ടിലെ ഒട്ടകത്തിൻ്റെ വില പോലും ഇല്ലാതിരുന്ന ഒരു നാട്, അങ്ങാടികളിൽ കഴുതയും കുതിരയും ഒട്ടകവും ആ രൂപത്തിലുള്ള കന്നുകാലികൾ വിൽപ്പന ചരക്കുകളാകുന്നത് പോലെ മനുഷ്യർ പരസ്പരം കച്ചവടം ചെയ്യപ്പെട്ടിരുന്നൊരു കാലം. ആണും പെണ്ണും അടിമകൾ എന്ന പേരിൽ അടിമച്ചന്തകളിൽ കച്ചവടം ചെയ്യപ്പെട്ടിരുന്നൊരു കാലം. കറുത്തവനും വെളുത്തവനുമെന്ന, ഭരണാധികാരിയും ഭരണീയനുമെന്ന വേർതിരിവുകൾ ഉണ്ടായിരുന്ന കാലം. ഗോത്രങ്ങളുടെ പേരിൽ പല രൂപത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ, അവിടെയാണ് മക്ക വിജയത്തിൻ്റെ ദിവസം മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കഅബയുടെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഇസ്ലാമിൻ്റെ തക്ബീർ ധ്വനികൾ മുഴക്കുകയാണ് കറുകറുത്ത ബിലാൽ ഇബ്നു റബാഹ്. അവിടെ ആർക്കും
ബിലാൽ കറുത്തവനല്ലേ, എന്തിന് അവനെ കഅബയുടെ മുകളിൽ കയറ്റിക്കൊണ്ട് ബാങ്ക് വിളിപ്പിച്ചെന്ന് ആരും ചോദിച്ചില്ല. അവരുടെ മനസ്സിൽ നിന്ന് അത്തരത്തിലുള്ള ആ ഭിന്നതകൾ മാറിക്കഴിഞ്ഞിരുന്നു. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ തമ്മിലടിക്കുന്ന വിഭാഗമായിരുന്ന അവർ വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, പ്രവാചകന്റെ മൊഴിമുത്തുകൾ കേട്ടുകൊണ്ട് അവർ മാറിക്കഴിഞ്ഞിരുന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കണം. ആർക്കും പ്രത്യേകിച്ചൊരു പരിഗണനകളില്ല, എല്ലാവരും സമമാണ്. ഭരണാധികാരി എന്നോ ഭരണീയനെന്നോ വ്യത്യാസമില്ല. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്ന ഒരു ഫോട്ടോ, പരിശുദ്ധമായ മക്കയിലെ ഹറമിന്റെ ഒരു ഭാഗത്ത് ഒരു ജമാഅത്ത് നമസ്കാരം നടക്കുന്നു. ആ ജമാഅത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് മസ്ജിദുൽ ഹറാമിന്റെ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ഒരു സാധാരണ തൊഴിലാളി. ഇത് ഇസ്ലാമിനല്ലാതെ ഇത്തരത്തിലൊരു സ്ഥാനം, ഇത്തരത്തിലുള്ള ഒരു ഔന്നത്യം പഠിപ്പിക്കാൻ പരിശുദ്ധമായ ഈ മതത്തിനല്ലാതെ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം എത്രയോ തവണ നമ്മൾ കേട്ടതാ. ഐന മുഹമ്മദ് എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകന്റെ തലയെടുക്കാൻ തൻ്റെ കുതിരപ്പുറത്ത് ചീറിപ്പാഞ്ഞു വന്നിരുന്ന മഹാനായ ഉമർ, എവിടെ മുഹമ്മദ്? അവൻ്റെ തല എനിക്കെടുക്കണം, കാരണം എനിക്ക് ഓഫർ ഉള്ളത് 100 ചുമന്ന ഒട്ടകമാണ്. 100 ചുമന്ന ഒട്ടകത്തിന് വേണ്ടി ലോകത്തിൻ്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്കിൻ്റെ തലയെടുക്കാൻ വന്ന ഉമർ, അതേ ഉമറാ ലോകത്തിൻ്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയാണ് ഉമർ. തൻ്റെ അരയിലുണ്ടായിരുന്ന വാള് ഊരിപ്പിടിച്ചുകൊണ്ട് ഉമർ പറയുന്നു, എൻ്റെ പ്രവാചകൻ, എൻ്റെ നബി മരണപ്പെട്ടുവെന്ന് ആരെങ്കിലും തൻ്റെ വാക്കുകൊണ്ട് ഉച്ചരിച്ചാൽ അവൻ്റെ കഴുത്തിന് മേൽ തലയുണ്ടാകില്ല എന്ന് പറഞ്ഞ ഉമർ, ആ ഉമറിനെ ഇത്ര ലോലമായ മനസ്സിൻ്റെ ഉടമയാക്കി മാറ്റിയത് എന്താ? പ്രവാചകന്റെ അധ്യാപനങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ. എല്ലാറ്റിനുമുപരി ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് അവരുടെ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കിയത്. അവരെ അത്ര ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചത് ഈ വാക്കുകൾ കൊണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന നമ്മൾ, 5 നേരവും റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന നമ്മൾ, സമയം കിട്ടുമ്പോഴും ഒഴിവ് കിട്ടുമ്പോഴും ഈ പരിശുദ്ധമായ സൗദി അറേബ്യയുടെ മണ്ണിൽ താമസിക്കുമ്പോൾ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഉംറ ചെയ്യുന്ന നമ്മൾ, പ്രവാചകന്റെ മദീനത്തെ പള്ളി സന്ദർശിക്കുന്ന നമ്മൾ, വർഷങ്ങളിൽ കഴിയുമെങ്കിൽ ഹജ്ജിന് പോകുന്ന നമ്മൾ. പക്ഷേ ഇന്ന് നമ്മുടെ മനസ്സുകൾ ഭിന്നിച്ചുപോയി. നമുക്ക് പരസ്പരം ഐക്യമില്ല, നമുക്ക് പരസ്പരം ആരോടും സ്നേഹമില്ല. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും എൻ്റെ സമ്പത്തും എൻ്റെ വീടും എന്ന നിലകളിലേക്ക് പലപ്പോഴും നമ്മൾ ചുരുങ്ങിപ്പോകുന്നു. പ്രയാസപ്പെടുന്നവൻ്റെ കണ്ണീരൊപ്പാനും രോഗികളുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാനും അവർക്കൊരു താങ്ങാകുവാനും പലപ്പോഴും ഇന്ന് നമുക്ക് കഴിയാതെ പോകുന്നു. അതിനേക്കാളെല്ലാം ഉപരിയായി പല രൂപത്തിലും നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ നോക്കുകൊണ്ടും നമ്മുടെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും പലരും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പലരും ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആ സന്ദേശങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടത്. എന്തു പറ്റി നമുക്ക്? എവിടെയാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു അവസ്ഥ, ഇത്ര താഴ്ന്ന നിലവാരത്തിലേക്ക് മുസ്ലിം സമൂഹം പോകേണ്ടി വന്നത്? എന്തുകൊണ്ട്? ഒറ്റ ഉത്തരം, നമ്മുടെ മനസ്സുകൾ ഭിന്നിച്ചു. നമ്മുടെ മനസ്സുകൾ ഭിന്നിച്ചു പോയി പലതിൻ്റെയും പേരിൽ. അവിടെയാണ് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലേക്ക് നമ്മൾ മടങ്ങേണ്ടത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ദാത ബൈനിക്കും ഫഅസ്ലിഹു ബൈന അഖവൈക്കും.
മുസ്ലിങ്ങൾ പരസ്പരം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ പരസ്പരം സഹോദരങ്ങളാ, അവർ പരസ്പരം സഹോദരങ്ങളാ. അതുകൊണ്ട് നിങ്ങൾ അവർക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കണമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, മഹാനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ യശുദ്ദു ബഅ്ലുഹാ ബഅ്ലാ. പ്രവാചകന്റെ ആ ഒരു ഉപമ നമ്മൾ വളരെയധികം ആലോചിച്ചു നോക്കണം. പ്രവാചകൻ പറയുന്നു, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനെ, അവന്റെ ഉദാഹരണം എങ്ങനെയാ? കൽ ബുൻയാൻ, ഒരു കെട്ടിടത്തെ, രണ്ട് കെട്ടിടങ്ങളെ പോലെയാണ്. എന്താണ് ആ കെട്ടിടങ്ങളുടെ പ്രത്യേകത? യശുദ്ദു ബഅ്ലുഹാ ബഅ്ലാ, പരസ്പരം താങ്ങാകുന്ന, പരസ്പരം തണലാകുന്ന, പരസ്പരം സഹായിക്കുന്ന രണ്ട് ബിൽഡിങ്ങുകളെ പോലെയാണ്, രണ്ട് കെട്ടിടങ്ങളെ പോലെയാണ് രണ്ട് മുഅ്മിനുകളുടെ ഉദാഹരണമെന്ന് പറയുമ്പോൾ, ഒരു ബിൽഡിങ്ങിലെ കല്ലുകൾ ഒന്ന് മറ്റൊന്നിന് താങ്ങാ, ഒന്ന് മറ്റൊന്നിന് തണലാ. ആലോചിച്ച് നോക്ക്, നമ്മളെ വീടിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിൽഡിങ്ങുകളുടെയൊക്കെ പടവ് പണി നടക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി, അത് പടുക്കുന്നൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ പടുത്തു കഴിഞ്ഞാൽ അത് ഒന്ന് മറ്റൊന്നിന് താങ്ങാം. ഒരു കല്ല് അതിൽ നിന്നെടുത്താലും ആ ബിൽഡിങ്ങിനൊന്നും പറ്റൂല, മറ്റേ കല്ലുകളെ സപ്പോർട്ട് ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള രണ്ട് കെട്ടിടങ്ങളെ പോലെയാണ് മുഅ്മിനുകളുടെ ഉദാഹരണമെന്ന് പറയുമ്പോൾ, മറ്റൊരു ഹദീസിൽ അതിനേക്കാളും മനോഹരമായി വിശ്വാസികളുടെ ഉപമ പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആത്തുഫിഹിം മസലുൽ ജസദ്. പരസ്പരം സ്നേഹിക്കുന്ന വിഷയത്തിൽ, പരസ്പരം സഹകരിക്കുന്ന വിഷയത്തിൽ, പരസ്പരം കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ മസലുൽ മുഅ്മിനീന, മുഅ്മിനുകളുടെ ഉപമ എന്നുള്ളത് മസലുൽ ജസദ്, ഒരു ശരീരത്തെ പോലെയാണ്. നമ്മുടെയൊക്കെ ഒരു ശരീരത്തോടാണ് പ്രവാചകൻ ഉപമിക്കുന്നത്. എന്താ ശരീരത്തിൻ്റെ പ്രത്യേകത? ഇദസ്തകാ മിൻഹു ഉളുവൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്താണ് ആ ശരീരത്തിന്റെ പ്രത്യേകത? ഇദസ്തകാ മിൻഹു ഉളുവൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഏതെങ്കിലും രൂപത്തിലുള്ള ചെറിയൊരു പ്രയാസമുണ്ടായാൽ, പനി ബാധിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഉറക്കമൊഴിച്ചുകൊണ്ടും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ സഹകരിക്കുന്നത് പോലെയാണ് മുഅ്മിനുകളുടെ ഉദാഹരണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രവാചകന്റെ ആ ഒരു ഉപമ. ശരീരത്തിൻ്റെ കാലിൻ്റെ ചെറുവിരലിൽ നഖം വെട്ടിയപ്പോൾ ഒന്ന് കയറ്റി വെട്ടിയതിൻ്റെ പേരിൽ അല്പം മുറിഞ്ഞ് ചോര വന്ന് അതൊന്ന് മുറി വന്ന് പഴുത്താൽ, അല്ലേ, കാലിൻ്റെ ചെറിയ വിരലിൽ ചെറിയൊരു മുറി, പക്ഷെ അതുണ്ടാക്കുന്ന പ്രയാസം എവിടെ വരെ എത്തും? തലവരെ എത്തും, അതിൻ്റെ വേദന കൊണ്ട്, അല്ലേ? അത് പഴുത്ത് ചിലപ്പോൾ നമുക്ക് പനി വരും. അതെന്താ? ആ ഒരു ശരീരത്തിൻ്റെ ആ അവയവ ഭാഗത്തോട് ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ പ്രതികരിക്കണം, അവൻ്റെ കൂടെയാണ്, സപ്പോർട്ട് ചെയ്യാണ്. പ്രവാചകൻ പറയാണ്, ഇങ്ങനെ ആകണം മുഅ്മിനുകൾ. ഏതിൻ്റെയൊക്കെ വിഷയത്തിലാണ് പ്രവാചകൻ പറയാ? പരസ്പര സ്നേഹത്തിൻ്റെ വിഷയത്തിൽ, പരസ്പരം കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ പരസ്പരം ദയയുടെ വിഷയത്തിൽ മുഅ്മിനുകൾ ഇങ്ങനെ ആവണം. നമുക്കാകാൻ കഴിയാറുണ്ടോ പ്രിയപ്പെട്ടവരെ? പ്രവാചകന്റെ ആ ഉപമ നിങ്ങൾ നോക്ക്, എത്ര സിമ്പിളായിട്ടാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊരു മുറിവുണ്ടായാൽ പനി ഉണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു, ശരീരം മൊത്തം നമുക്ക് പ്രയാസവേദനയാണ്. അത് ആ ശരീരത്തിൻ്റെ പ്രതികരണമാണ്. പക്ഷേ നമ്മളെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, നമ്മുടെ തൊട്ടയൽപക്കത്ത് താമസിക്കുന്ന മുഅ്മിനായ മുസ്ലിമായ സഹോദരൻ്റെ പ്രയാസം കാണാൻ
അവരെ ഇതുപോലെ സഹായിക്കാൻ എപ്പോഴെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കാറുണ്ടോ? ഇവിടെയാണ് നമ്മളൊക്കെ പരാജിതരായി പോകുന്നത്. ഇവിടെയാണ് നമ്മൾ പരാജിതരായി പോകുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം എന്നാൽ മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യളിമുഹു വലാ യുസ്ലിമുഹു. അവർ പരസ്പരം ആ നാശത്തിലേക്ക് തള്ളിവിടൂല, അവർ പരസ്പരം ആക്രമിക്കൂല. പ്രവാചകൻ പറഞ്ഞ ആ വാക്കുകൾക്ക് വീണ്ടും നമ്മൾ മടങ്ങണം. പരസ്പരം കഴുത്തറക്കുന്ന മതനിഷേധികളായി നിങ്ങൾ മാറരുത് എനിക്ക് ശേഷം. എന്നിട്ട് പ്രവാചകൻ പറയാ, ഒരു മുസ്ലിം എന്നാൽ അഹുൽ മുസ്ലിം, മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവരെന്ത് ചെയ്യൂല? പരസ്പരം ആക്രമിക്കൂല. അവർ പരസ്പരം ഭയത്തിലേക്ക്, പ്രയാസത്തിലേക്ക് തള്ളിവിടൂല, നാശത്തിലേക്ക് തള്ളിവിടില്ല. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. ആരെങ്കിലും മൻ കാന ഫീ ഹാജതി അഖീഹി, ആരെങ്കിലും സഹോദരനായ തൻ്റെ സുഹൃത്തിൻ്റെ, മുഅ്മിനിന്റെ, മുസ്ലിമിന്റെ പ്രയാസത്തിൽ അവൻ്റെ കൂടെ കൂടിയാൽ കാനല്ലാഹു ഫി ഹാജതിഹി, അള്ളാഹു ആരെ കൂടെ ഉണ്ടാകും? നമ്മളെ കൂടെ ഉണ്ടാകും. എപ്പോ? നമ്മളെ പ്രയാസത്തിന്റെ സമയത്ത്. മുസ്ലിമായ ഒരു സഹോദരന്റെ, മുസ്ലിമായ ഒരു പ്രയാസ സമയത്ത് നമ്മൾ അവരെ സഹായിച്ചാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, കാനല്ലാഹു ഫി ഹാജതിഹി. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവുക ആരറിയോ? ലോകത്തിന്റെ രക്ഷിതാവാം. സാമ്പത്തികമായി പെട്ടെന്നൊരു സഹോദരനൊരു പ്രയാസം, എനിക്കൊരു 500 റിയാൽ കടം തരൂ എന്ന് ചോദിച്ചു വരുമ്പോൾ, കയ്യിലുണ്ടെങ്കിലും നമുക്ക് വലിയ പ്രയാസങ്ങളുടെ ഭാണ്ഡങ്ങളയക്കാനുള്ളത്, ഈ മാസം റൂമിൻ്റെ റെൻറ്റ് കൊടുത്തിട്ടില്ല, നാട്ടിലേക്ക് പൈസ അയച്ചിട്ടില്ല, ഏത് 2000-3000 റിയാൽ കീശിലിരിക്കെ നമ്മൾ പറയാം. വലിയ പ്രയാസ അല്ലേ? ഏതെങ്കിലും ദീനിൻ്റെ സ്ഥാപനങ്ങൾക്കോ ദീനീ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾക്കോ മറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ ബന്ധപ്പെട്ട് പലരുടെ അടുത്തേക്ക് സാമ്പത്തികമായ സഹായം ആവശ്യപ്പെട്ടു പോകുമ്പോൾ അവരൊക്കെ പറയാറുള്ളത് വലിയ കടത്തിലാ, വലിയ പ്രയാസത്തിലാ. ഏത് കോടിക്കണക്കിന് രൂപ അട്ടിക്ക് വെച്ചിട്ടായി പറയുന്നത്. ഇതുപോലെ മുസ്ലിങ്ങൾ പരസ്പരം സഹായിക്കുന്ന വിഷയം വരുമ്പോഴും പലരും സ്വീകരിക്കുന്ന നിലപാടാ വെളുപ്പ് ഭാണ്ഡങ്ങൾ അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും ചോദിച്ചവനാകെ മടുത്തോൻ ഇറങ്ങിപ്പോകും. പക്ഷേ എൻ്റെ അടുക്കലേക്ക് എൻ്റെ ഒരു സഹോദരൻ ആ രൂപത്തിലൊരു സഹായവുമായി ചോദിച്ചു വരുമ്പോൾ, നമ്മുടെ അടുക്കലേക്ക്, നമ്മുടെ സമീപത്തേക്ക് അത്തരത്തിലൊരു സഹായവുമായി നമ്മുടെ ഒരു സഹോദരൻ കടന്നു വരുമ്പോൾ കയ്യിലുള്ളത് കൊടുത്ത് നമ്മൾ സഹായിച്ചാൽ, പ്രിയപ്പെട്ടവരെ, എത്രയോ അനുഭവങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവും. നമ്മൾ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വലിയൊരു അത്ഭുതം നമുക്ക് തോന്നാം. നമ്മൾ പാറ്റ കുടുങ്ങി, ഒരു നിവൃത്തിയില്ല, ഇനി ആരോടും ചോദിക്കാൻ ബാക്കിയില്ല, അങ്ങനെ കുടുങ്ങി നിൽക്കുന്ന സമയത്തേക്കാരം ഓടുന്നറിയില്ല അള്ളാഹുവിൻ്റെ സഹായം പിന്നെ വരിക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഈ രൂപത്തിൽ നിലപാടുകൾ എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മളെ ആവശ്യത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് സഹായിച്ച സുഹൃത്തു പോലും നമ്മളെ സഹായിക്കണമെന്നില്ല. പക്ഷേ അപ്പം നമ്മളെ സഹായിക്കാൻ വരുന്നത് ലോകത്തിൻ്റെ രക്ഷിതാവായിരിക്കും. അനുഭവങ്ങൾ എത്രയോ പലർക്കും പറയാനുണ്ടാകും. നമുക്ക് തോന്നും ഇതെങ്ങനെ ആകാശത്തുനിന്ന് വന്ന് വീണ പോലെ തോന്നാം, അല്ലേ? അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കുകളാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. കഴിഞ്ഞ ഹദീസിന്റെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പ്രവാചകന്റെ ഹദീസ് എന്ന് പറഞ്ഞ പലർക്കും പുച്ഛമാ. പക്ഷേ
അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു വമാ യന്തിഖു അനിൽ ഹവാ. ആ പ്രവാചകന്റെ വാക്കുകൾ ഞങ്ങൾ തള്ളിക്കളയണ്ട. പ്രവാചകന്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങളാണ്. ആ ദിവ്യ സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മൻ കാന ഫി ഹാജത്തി അഖി കാന അല്ലാഹു ഫി ഹാജത്തിഹി. മാത്രമല്ല വമൻ ഫറജ അൻ മുഅ്മിനിൻ കുർബതൻ, ആരെങ്കിലും ഒരു മുഅ്മിനിന്റെ ഒരു പ്രയാസം നീക്കി കൊടുത്താൽ, ആരെങ്കിലും ഒരു മുസ്ലിമായ സഹോദരന്റെ ഒരു ബുദ്ധിമുട്ട് അവനെ സഹായിച്ചാൽ എന്താ അവന് കിട്ടുന്ന പ്രത്യുപകാരം എന്നറിയോ? ഫറജല്ലാഹു അൻഹു ബിഹാ കുർബത്തും മിൻ കുറബി യൗമിൽ ഖിയാമ. ഇവിടെ ഈ ദുനിയാവിൽ നശ്വരമായ ചെറിയ കാലമുള്ള 10, 50, 60, 70 കൊല്ലം ജീവിക്കുന്ന ഈ ഇഹലോകത്ത് മുസ്ലിമായ ഒരു സഹോദരനെ, മുഅ്മിനായ ഒരു സഹോദരിയെ നമ്മൾ സഹായിച്ചാൽ, അവര് വലിയൊരു പ്രയാസത്തിൽ അകപ്പെട്ട സമയത്ത് അവരെ കൈപിടിച്ച് സഹായിച്ചാൽ അതിന് പകരം നമുക്ക് എവിടുന്ന കിട്ടുക അറിയോ? ഫറജല്ലാഹു അൻഹു ബിഹി കുർബത്തും മിൻ കുറബി യൗമിൽ ഖിയാമ. അള്ളാഹു അതിന് പ്രത്യുപകാരം നൽകുന്നത് അന്ത്യദിനത്തിലെ ക്ലേശത്തിൽ നിന്നാണ്. അല്ലേ? എന്താ ദിനത്തിന്റെ പ്രത്യേകത? ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ. യാതൊരു രൂപത്തിലുള്ള കച്ചവടങ്ങളോ ബന്ധങ്ങളോ ശുപാർശകളോ പരിഗണിക്കപ്പെടാത്ത ദിവസം. അവിടെ നമ്മൾ വലിയ പ്രയാസത്തിലായിരിക്കും. ആ സമയത്ത് ആ പ്രയാസത്തിൽ നിന്ന് ലോകത്തിന്റെ രക്ഷിതാവ് നമ്മളെ മാറ്റിത്തരും. ഇത് പ്രവാചകന്റെ വാക്കുകളാണ്. വമൻ സതറ മുസ്ലിമൻ സതറല്ലാഹു യൗമൽ ഖിയാമ. പ്രവാചകന്റെ വാക്കുകൾ എത്ര മഹത്തരം! പ്രവാചകൻ വീണ്ടും പറയുന്നു വമൻ സതറ മുസ്ലിമൻ, ആരെങ്കിലും മുസ്ലിമായ സഹോദരന്റെ ഒരു വിഷയത്തിൽ മറയിട്ടാൽ, എന്താണ് മറച്ചു വെച്ചാൽ, എൻ്റെ ഒരു സഹോദരൻ്റെ, നമ്മുടെ ഒരു സഹോദരിയുടെ, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഏതെങ്കിലും വലിയൊരു രഹസ്യം നമുക്കറിയാം. ആ രഹസ്യം പുറത്തേക്ക് പറഞ്ഞാൽ അയാൾ ഈ ഇഹലോകത്ത് ഒന്നും അല്ലാണ്ടായി മാറും. പക്ഷേ നമുക്ക് മാത്രം അറിയുന്ന രഹസ്യം നമ്മൾ മറച്ചു വെച്ചു. നമ്മൾ ആരോടത് പറഞ്ഞില്ല. നമുക്കും ആ സഹോദരന് മാത്രം അറിയുന്ന രഹസ്യം. അതിൻ്റെ പ്രത്യുപകാരം നമുക്ക് എവിടുന്ന കിട്ടുക അറിയോ? സതറഹുല്ലാഹു യൗമൽ ഖിയാമ. നമ്മളെ രഹസ്യങ്ങളുണ്ടല്ലോ, അല്ലേ? മറ്റുള്ളവരുടെ രഹസ്യങ്ങളും മറ്റുള്ളവരുടെ ന്യൂനതകളും കയറിച്ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തുവാനും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാനുള്ള മനുഷ്യരുടെ ത്വര. എന്നാൽ അതേ ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എത്രയോ ന്യൂനതകളാണ്. നമ്മളൊക്കെയും ആരും അതിൽ നിന്ന് മുക്തരല്ല. പക്ഷേ ഇങ്ങനെ ഒരു മുസ്ലിമത്തിൻ്റെ രഹസ്യങ്ങൾക്ക്, അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മറയിട്ടാൽ, നമ്മളത് മറച്ചു വെച്ചാൽ, നമ്മുടെ ന്യൂനതകൾക്ക് നാളെ അള്ളാഹു പരലോകത്ത് മറയിടും. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാടുകളിലായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെയും ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളുടെയും എല്ലാം ഒന്നാമത്തെ കാരണം എന്താ? ചുഴിഞ്ഞന്വേഷിക്കുക, അല്ലേ? അവിടെയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹാസദു വലാ തനാജശു വലാ തബാഅലു വലാ തദാബറു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. വലാ തനാജശു, പരസ്പരം അന്യോന്യം വഞ്ചിക്കാൻ പാടില്ല, പരസ്പരം പകവച്ച് നടക്കാൻ പാടില്ല. വലാ യബിഅ ബഅലുകും അലാ ബൈഇ ബഅൽ, ഒരാൾ കച്ചവടം ചെയ്തതിൻ്റെ മേൽ മറ്റൊരാൾ കച്ചവടം ചെയ്യാൻ പാടില്ല. പ്രവാചകൻ പറയുന്നു പരസ്പരം അസൂയ വെക്കാൻ പാടില്ല, പരസ്പരം കച്ചറുണ്ടാക്കാൻ പാടില്ല, പരസ്പരം ആ രൂപത്തിൽ ദുൽമു ചെയ്യാൻ പാടില്ല, പരസ്പരം ആക്രോശിക്കാൻ പാടില്ല, ആ രൂപത്തിൽ ഒന്നും ഇടപെടാൻ പാടില്ല. മാത്രമല്ല വലാ യബിഅ ബഅലുകും അലാ ബൈഇ ബഅൽ, ഒരാൾ കച്ചവടം ചെയ്തതിൻ്റെ മുകളിൽ വേറൊരാൾ കച്ചവടം ചെയ്യാൻ പാടില്ല. അതെങ്ങനെയാ? ഒരാൾ, ഇപ്പം ഞാനൊരു സാധനത്തിന് വില പറഞ്ഞ് ഉറപ്പിച്ച് ഞാൻ തിരിച്ചു വരുമ്പോൾ വേറൊരാൾ വരും, എൻ്റെ മറ്റൊരു കൂട്ടുകാരൻ വരും. അപ്പോൾ അവൻ പറയും ഞാനതിന് ഇത്ര തരാം.
എന്ന് പറഞ്ഞ് അവനത് വാങ്ങിക്കൊണ്ടുപോകും. ഏത്? ഞാനത് വാങ്ങാൻ തൽപരനായിരിക്കെ ഞാനൊരു വില പറഞ്ഞ് ഉറപ്പിച്ചൊരു സാധനത്തിന് പിന്നെന്ത് ചെയ്യും? ഒരു മാത്സര്യ ബുദ്ധിയോടുകൂടി അത്തരത്തിലുള്ള കച്ചവടം ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. പാടില്ല അത്. അതാണ് അള്ളാന്റെ പ്രവാചകൻ പറയുന്നത്, ഒരാൾ കച്ചവടം ചെയ്തതിൻ്റെ മുകളിൽ ഇനി ഞാൻ അതിൽ നിന്ന് ഒഴിയാണോ എൻ്റെ സുഹൃത്തിനത് വാങ്ങാം. ഇതേപോലെ പ്രവാചകന്റെ ധാരാളം അധ്യാപനങ്ങൾ. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ ദാസന്മാരായ സഹോദരങ്ങളായി, അള്ളാഹുവിൻ്റെ അടിമകളായ നല്ല സഹോദരങ്ങളായി നിങ്ങൾ മാറണം. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യളിമുഹു വലാ യഖ്ദുലുഹു വലാ യഹ്ഖിറുഹു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാ. ലാ യളിമുഹു, അവർ പരസ്പരം ദ്രോഹിക്കാൻ പാടില്ല. വലാ യഖ്ദുലുഹു, അവർ പരസ്പരം ഒരു നിസ്സഹായ അവസ്ഥയിൽ കൈവിടാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും കൂടെ നിൽക്കും അല്ലേ? ഉണ്ണാനും ഉറങ്ങാനും ഷോപ്പിങ്ങിനും യാത്രയിലും എല്ലാത്തിനും കൂടെ കാലം. പക്ഷേ ഓന് പറ്റാണ്ട് കുടുങ്ങി എന്ന് പറഞ്ഞാൽ നമ്മളുണ്ട് ഒഴിയും അല്ലേ? പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു നിസ്സഹായ അവസ്ഥയിൽ ഒരു മുസ്ലിമായൊരു സുഹൃത്തിനെ സഹോദരനെ വിട്ടു പോരാൻ പാടില്ല. ഓൻ്റെ കൂടെ നിന്നാൽ ഞാനും കുടുങ്ങും എന്ന് പറഞ്ഞുകൊണ്ട്. അഥവാ തെറ്റിൻ്റെ കാര്യങ്ങളല്ലല്ലോ കേട്ടോ, തെറ്റിൻ്റെ തിന്മയുടെ കാര്യത്തിൽ, നന്മയുടെ വിഷയത്തിൽ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന വയശിറു ഇലാ സദ്രിഹി. പ്രവാചകൻ തൻ്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടി. തഖ്വ എന്ന് പറഞ്ഞാലേ ഇത് ഹൃദയത്തിലാണ്. അത് ഭൗതികമായി ആരെങ്കിലും കാണിക്കാനോ ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല തഖ്വ. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാ. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുന്നു, ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം. ഒരു മനുഷ്യന് തെറ്റുകാരനാകാൻ ഒറ്റ പ്രവർത്തനം മതി. എന്താ അറിയോ? അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, മുസ്ലിമായ ഒരു സഹോദരനെ നിന്ദിക്കുക. നമ്മളെ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരാളെ ഇകഴ്ത്തുക, ഓനണ്ട് എരപ്പാക്കുക എന്ന് പറയില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ. അത് ഒരു തെറ്റ് ഒരു മനുഷ്യന് അത് മതിയാകുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആരെയും ഇകഴ്ത്താൻ പാടില്ല. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ സമൂഹം, ഇത് നമ്മളെ ഉമ്മത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നതാ പറയുന്നത്. ഈ പറയുന്നതൊക്കെ നമ്മളെ ജീവിതത്തിൽ വന്നുപോയി. ആരുടെയെങ്കിലും എന്തെങ്കിലും ന്യൂനത കിട്ടി 4 ആൾ കൂടിയിരിക്കുമ്പോൾ അന്ന് ഈ അങ്ങനെ ചെയ്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒന്നുമല്ലാതെയാക്കി മാറ്റാൻ പലപ്പോഴും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മളൊക്കെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മുസ്ലിമായ സഹോദരനെ നിന്ദിക്കുക എന്ന ഒരൊറ്റ കുറ്റകൃത്യം മതി ഒരു തെറ്റുകാരനായി മാറാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. എന്നിട്ട് വീണ്ടും ലോകത്തിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, കുല്ലു മുസ്ലിമിൻ അലൽ മുസ്ലിമി ഹറാമുൻ. എല്ലാ മുസ്ലിമും പരസ്പരം മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമായ ചില കാര്യങ്ങളുണ്ട്, നിഷിദ്ധമായ ചില കാര്യങ്ങളുണ്ട്. എന്താ? ദമുഹു വമാലുഹു വഇർദുഹു. എൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ സമ്പത്ത് അതെനിക്ക് ഹറാമാണ്. എൻ്റെ മുസ്ലിമായ സുഹൃത്തിൻ്റെ, എൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ അഭിമാനം അതെനിക്ക് ഹറാമാണ്. എൻ്റെ മുസ്ലിമായ സുഹൃത്തിൻ്റെ, എൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ രക്തം അതെനിക്ക് ഹറാമാണ്. ഇത് മൂന്നും പരസ്പരം നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളാണ്. അഥവാ മുസ്ലിമായ സുഹൃത്തിൻ്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ എനിക്ക് പാടില്ല, അതെനിക്ക് ഹറാമാണ്. അവനെ അന്യായമായി അവൻ്റെ രക്തം ചിന്തൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഹറാമാ. മാത്രമല്ല അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാക്കപ്പെട്ട പ്രവർത്തനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞു വെച്ച വാക്കുകൾ ഇന്ന് ഇതല്ലേ നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഹലാലും ഹറാമും നോക്കാതെയുള്ള സമ്പാദനങ്ങൾ, കൊലപാതകങ്ങളും കൊള്ളിവെപ്പുകളും നാടുനീളെ വർദ്ധിച്ചു കഴിഞ്ഞു. ആരുടെയും അഭിമാനങ്ങൾക്ക് വിലയില്ല.
അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്രയോ ആയത്തുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറുകണക്കിന് ഹദീസുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ആരെങ്കിലും കുറിച്ചുള്ള ചില അപവാദ സംസാരങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചുള്ള ചെറിയ സംശയങ്ങൾ, ചെറിയ ഊഹാപോഹങ്ങൾ, അതുണ്ടാക്കി വെക്കുന്ന വിനയെത്രയാ അല്ലേ? പക്ഷേ അതിനും വിശുദ്ധ ഖുർആൻ തടയിടുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ജിതനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ. അല്ലയോ വിശ്വാസികളെ, ജിതനിബൂ കസീറൻ മിനൽ-ളന്നി, ഊഹത്തിൽ നിന്ന് നിങ്ങളൊക്കെ ഒഴിവാക്കുക. ഊഹം നിങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കിക്കാളി. ഊഹത്തിൽ മിക്കതും ഇസ്മാണ്, അത് പാപമാണ്, അത് കളവാണ്. അക്ദബുൽ ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇയ്യാക്കും വല്ലൻ, ഊഹത്തെ നിങ്ങൾ പേടിക്കണം. ഫഇന്നൽ ളന്ന അക്ദബുൽ ഹദീസ്, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കളവാണ് ഊഹമെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എത്ര സത്യസന്ധമായ ആ വാക്കുകൾ ഇന്ന് പുലർന്നുകൊണ്ടിരിക്കില്ല പ്രിയപ്പെട്ടവരെ. ഒരാളെ പേരിൽ, ഒരു ഊഹത്തിൻ്റെ പേരിൽ ഉണ്ടായ പൊല്ലാപ്പുകൾ എത്രയാണ്. ഒരു ഫോൺ സന്ദേശത്തിൽ വന്ന ചില ഊഹാപോഹങ്ങൾ, അല്ലെങ്കിൽ ഇന്നൊരാളെ ഇന്നൊരു സമയത്ത് അവിടെ കണ്ടു എന്നതിൻ്റെ പേരിൽ, ഇന്നൊരാളുടെ കൂടെ ഇന്ന വാഹനത്തിൽ സഞ്ചരിച്ചു എന്നതിൻ്റെ പേരിൽ എന്തെല്ലാം പൊല്ലാപ്പുകൾ. ആരോ പറഞ്ഞു ഇന്ന ആളെ ഇന്ന സമയത്ത് അവിടെ കണ്ടല്ലോ, അതിലെന്തോ ഒരു ദുരൂഹത ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞു, വേറെ ആളോട് പറഞ്ഞു, എന്നോട് ആരേ പറഞ്ഞത്, എന്നോട് ഇന്ന ആളാ പറഞ്ഞത്. എന്നിട്ട് ആ മനുഷ്യൻ്റെ അഭിമാനം പിച്ചു ചീന്തുന്ന അവസ്ഥ. ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? കുടുംബങ്ങളിലേക്ക് നമ്മൾ കയറിച്ചു നോക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, പരസ്പരം മാതാപിതാക്കൾ പരസ്പരം സംശയം, മക്കൾക്ക് രക്ഷിതാക്കൾക്ക് മക്കളെ സംശയം. ഇങ്ങനെ പല രൂപത്തിലും ഈ ഊഹാപോഹങ്ങളിലൂടെ ഉണ്ടാകുന്ന പലതും പല കുടുംബങ്ങളും ഛിദ്രമാക്കപ്പെട്ടു, പല കുടുംബങ്ങളും തകർന്ന് തരിപ്പണമായി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇയ്യാക്കും വലൻ, ഊഹത്തെ നിങ്ങൾ പൊടിക്കണം. ഫഇന്നൽ ളന്ന അക്ദബുൽ ഹദീസ്, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കളവാണത്. എന്നിട്ട് ലോകത്തിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വലാ തജസ്സസു വലാ തഹസ്സസു വലാ തനാഫസു വലാ തഹാസദു വലാ തബാഅലു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വലാ തജസ്സസു, പരസ്പരം ചകഞ്ഞു നോക്കരുത്, പരസ്പരം ചാരവൃത്തി നടത്തരുത്, പരസ്പരം ചുഴിഞ്ഞു നോക്കരുത്. അതുപോലെ തന്നെ പരസ്പരം ശത്രുതയിൽ പുലർത്താൻ പാടില്ല, പരസ്പരം ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നിലും നിങ്ങൾ മുഴുകാൻ പാടില്ല. ആലോചിക്ക്, പ്രവാചകൻ ഓരോന്ന് എണ്ണി പറയാം. പരസ്പരം അസൂയ വെക്കാൻ പാടില്ല. വല തഹാസദു, മാത്രമല്ല വല തഹസ്സസു, ചുഴിഞ്ഞന്വേഷിക്കരുത്. ഇതാണ് പലപ്പോഴും എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴായാലും, ഒരു ഷോപ്പിൽ ജോലി ചെയ്യുമ്പോഴായാലും, ഒരു കുടുംബത്തിനിടയിലായാലും, ഒരു സംഘടനക്കിടയിലായാലും, കൂട്ടുകാർക്കിടയിലായാലും, എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കൽ ഈ ഒരു ചുഴിഞ്ഞന്വേഷണം. ഓനെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് കേട്ടേക്കണു, ഈ ഒന്ന് അന്വേഷിച്ച് നോക്ക്. അപ്പോൾ അവൻ്റെ മൊബൈലെടുത്തൊന്ന് പരിശോധിക്കും, ഓനെ കൊണ്ട് കോളുകൾ എങ്ങോട്ടാ പോയി അന്വേഷിക്കും. ആ എല്ലാ മേഖല അന്വേഷിച്ചിട്ട് എടുത്തിട്ട് എന്നിട്ട് ഓനോട് ഇത് പറയോ? ഇല്ല. ഒരു സഹോദരൻ്റെ മുമ്പിൽ ഒരു സഹോദരൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടാൽ ഒരു മുസ്ലിം ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലോകത്തിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഅയ്യിറുഹു ബിയദിഹി ഫഇൻ ലം തസ്തതി ഫബിലിസാനിഹി ഫഇൻ ലം തസ്തതി ഫബിഖൽബിഹി. നിങ്ങൾ ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടയണം. കൈകൊണ്ട് തടഞ്ഞിട്ട് മാറ്റല്ലേ? നാവുകൊണ്ട് പറയുന്നു കൂടി, എന്നിട്ട് മാറ്റല്ലേ? ഫഇൻ ലം തസ്തതി ഫബിഖൽബിഹി, എന്നിട്ട് മാറ്റില്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അന്ന് പൊരുത്താളി. നിങ്ങൾ ആലോചിച്ചു, ഇത് നമ്മളാരും ചെയ്യൂല. മുസ്ലിമായ സുഹൃത്ത്, ഏറ്റവും ആത്മസുഹൃത്ത് ഒരു തെറ്റിന്റെ വഴിയിലേക്ക് പോകുമ്പോ പോകല്ലേ, അത് അപകടം പിടിച്ച വഴിയാ. അവന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ ഇറങ്ങുമ്പോ,
അവന്റെ മുഖത്ത് മുളച്ച താടി അവൻ വലിച്ച് ക്ലീൻ ഷേവ് ആക്കുമ്പോൾ, ഇങ്ങനെ പല രംഗത്തുമുള്ള ഇസ്ലാമികമായ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് അവൻ പുറകോട്ട് പോകുമ്പോൾ, ആ രൂപത്തിലുള്ള മോശമായ അധാർമിക വഴികളിലേക്ക് സഞ്ചരിക്കുമ്പോൾ നോക്കി അങ്ങനെ ചിരിക്കും, തടയൂല. പക്ഷെ മുഅ്മിനാണെങ്കിൽ ചെയ്യേണ്ട പണി എന്താ അറിയോ? തടയണം. ആദ്യം ചെയ്യല്ലേ, തെറ്റാണത്, എന്നിട്ടും അനുസരിക്കണില്ലേ? പറഞ്ഞു നോക്കാം നാവുകൊണ്ട്, മതിയടാ, എത്രയായി, എത്ര ഞാൻ പറഞ്ഞു, എത്ര ഞാൻ തടഞ്ഞു, എന്നിട്ടും നിർത്തണില്ലേ? ഫി ഖൽബിഹി, ഹൃദയം കൊണ്ട് വെറുക്കുക. എനിക്ക് എന്നിട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, പക്ഷേ നീ ചെയ്യണ കാര്യമുണ്ടല്ലോ അത് ഒഴിവാക്കണം. ഇത് പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷേ ഈ ഒരു പണി നമ്മൾ ആരും ചെയ്യൂല. നേരെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ എന്തെങ്കിലും ഒരു ന്യൂനത കിട്ടാൻ നിൽക്കുക, അത് അയാൾ അറിയാതെ എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കും. ആരെയെങ്കിലും ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ക്രൂരമായ വിനോദമാ തെറ്റ്. മാനുഷികമാ തെറ്റ് എന്നുള്ളത്, മാനുഷികമാണ്. പക്ഷേ ആരെയെങ്കിലും ഏതെങ്കിലും കുറ്റകൃത്യങ്ങളുടെ പേരിൽ പിടിക്കപ്പെട്ടാൽ പരസ്യമായി അത് മൊബൈൽ ക്യാമറകളിലേക്ക് പകർത്തുകയും എന്നിട്ട് നാട് നീളെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോലും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വലിയ നീചവൃത്തികൾ, ക്രൂരമായ വിനോദങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ നാടുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിനോദ ഒരാൾക്ക്. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എത്രത്തോളം റോഡിൽ ചതഞ്ഞരഞ്ഞു കിടക്കുന്ന ഒരു സുഹൃത്തിനെ, ഒരു മനുഷ്യനെ ആശുപത്രിയിലേക്ക് എത്തിച്ച് അയാളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിന്ന് വിട്ടുമാറി തൻ്റെ കയ്യിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകളിലേക്ക് അയാളുടെ ആ അവസാന നിമിഷങ്ങൾ പകർത്താനാ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിലുള്ള തെറ്റ് കണ്ടാൽ ഇന്ന് ആരും തടയണില്ല, ആർക്കതൊരു കുഴപ്പമില്ല. അതൊക്കെ പ്രചരിപ്പിക്കാൻ, അതിൻ്റെ കാളുകളായി നടക്കാനാ എല്ലാവർക്കും താല്പര്യം. പക്ഷേ ലോകത്തിൻ്റെ പ്രവാചകൻ പറയുന്നു, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹിൻ്റെ അടിമകളാകണം, അള്ളാഹിൻ്റെ ഇഷ്ടദാസന്മാരായി പരസ്പരം സ്നേഹിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണമെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ മനസ്സുകൾ ഭിന്നിപ്പിക്കുന്നത്. ഈ രൂപത്തിലുള്ള പല സംസാരങ്ങളും, ഈ രൂപത്തിലുള്ള പല ചേഷ്ടകളുമാണ് നമ്മുടെ സമൂഹത്തെ ഇന്ന് ഭിന്നിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം നമ്മൾ. ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളതാ. കണ്ടാ സലാം പറയൂല, സലാം പറഞ്ഞാൽ മടക്കൂല. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു പോയതാ. മഹാനായ അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാ, പ്രവാചകൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസ ലയാൽ. എത്രയോ തവണ ജീവിതത്തിൻ്റെ ചെറുപ്പകാലം മുതൽ നമ്മൾ കേട്ട ഹദീസ അല്ലേ? 3 ദിവസത്തിൽ കൂടുതൽ മുസ്ലിമായൊരു സഹോദരനോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്ക്, എത്ര ആളുകളുമായിട്ട് വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് നമ്മൾ പിണങ്ങി നിൽക്കുന്നത്. ലിസ്റ്റ് തന്നെ ഉണ്ടാവും നമ്മളടുത്ത്. എന്തിൻ്റെയൊക്കെ പേരില? ദീനിന്റെ വിഷയത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അംറും ബിൽ മഅറൂഫിന്റെയും നഹ്യും അനിൽ മുൻകറിന്റെയും കാര്യത്തിലാണോ? അല്ല, ദുനിയാവിൻ്റെ ഏതെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ അല്ലേ? താടി വടിച്ചൊരു സുഹൃത്തിനോട് താടി വടിക്കല്ലടാ എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ വാക്കും വെക്കാണോ ആയിക്കാണ്ട് പെറ്റിക്കാണോ നമ്മൾ? ഹറാമായൊരു വരിയിലേക്ക് പോയ സുഹൃത്തിനെ അതിൽ നിന്ന് തടഞ്ഞതിൻ്റെ പേരിലാണോ ഏതെങ്കിലും നമ്മളെ സുഹൃത്തുക്കളോട് നമ്മൾ തെറ്റി നിൽക്കുന്നത്? അല്ല. എത്രയോ കുടുംബ ബന്ധങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ധാർമ്മിക വിഷയങ്ങളുടെ പേരിലാണോ നമ്മൾ നമ്മുടെ കുടുംബങ്ങളുമായി അകന്നു നിൽക്കുന്നത്, ജ്യേഷ്ഠനോട് പിണങ്ങി നിൽക്കുന്നത്, അനുജനോട് മിണ്ടാണ്ടിരിക്കുന്നത്, അനിയത്തിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാത്തത്? അല്ല, ദുനിയാവിൻ്റെ വിഷയങ്ങൾ അവിടെയൊക്കെ ഉള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഒരു പരസ്പരം കാണുന്നുണ്ട്. അങ്ങാടി പോകുമ്പോൾ കാണും, പള്ളിയിൽ പോകുമ്പോൾ കാണും, കല്യാണ വീട്ടിൽ വെച്ച് കാണും, തക്കാരത്തിൽ വെച്ച് കാണും. പക്ഷേ ഇവരങ്ങോട്ടും മുഖം തിരിക്കും, അവരങ്ങോട്ടും മുഖം തിരിക്കും. കണ്ടാ മുണ്ടൂല, സലാം പറഞ്ഞാൽ മടക്കൂല.
പക്ഷേ ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു വഖൈറുഹുമാ അയ്യബ്ദഉ ബിസ്സലാം. ഈ രണ്ടാളുകളിൽ ഏറ്റവും ഉത്തമരാരാ? ആദ്യം സലാം കൊണ്ട് ആരംഭിക്കുന്നവനാണ് ബരീഉം മിനൽ കിബർ. അവൻ അഹങ്കാരത്തിൽ നിന്ന് മുക്തനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ അത് പറഞ്ഞിരുന്നു അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ ഈ കാര്യം നമുക്ക് പറഞ്ഞിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ മക്കളോടോ നമ്മുടെ ഭാര്യയോടോ നമ്മളെ ഏറ്റവും അടുത്ത കൂട്ടുകാരോടോ നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു മനോഗതി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓൾ ഇങ്ങോട്ട് പറയട്ടെ, ഓൾ ഇങ്ങോട്ട് മുണ്ടട്ടെ, ഓ ഇങ്ങോട്ട് മുണ്ടട്ടെ, ഓരിങ്ങോട്ട് മുണ്ടട്ടെ, അപ്പം നമുക്ക് അങ്ങോട്ടും മുണ്ടാം അല്ലേ? അപ്പം നമുക്ക് അങ്ങോട്ട് പണക്കം മാറാം. ഇതല്ലേ പലപ്പോഴും നമ്മളൊക്കെ സ്വീകരിക്കുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നിലപാട്. പക്ഷേ ലോകത്തിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുക, ഏറ്റവും വലിയ മനഃശാസ്ത്ര വിദഗ്ധൻ പഠിപ്പിക്കുക വഖൈറുഹുമാ അയ്യബ്ദഉ ബിസ്സലാം. ഈ പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ ഏറ്റവും ഉത്തമരാരാ? ആദ്യം സലാം കൊണ്ട് ആരംഭിക്കുന്നവനാ. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ബരീഉം മിനൽ കിബർ. ആദ്യം സലാം കൊണ്ട് ആരംഭിക്കുന്നവൻ ആരാ? അഹന്തയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് മുക്തനാ. കാരണം എന്താ? ഓൻ എന്നെക്കാളും താഴെയുള്ളവനല്ലേ. ഓന് എൻ്റെ വയസ്സിന് എത്ര വയസ്സിന് അവന് താഴ്ചയുള്ളത്? എൻ്റെ 10 വയസ്സിന് അവൻ ഇളയതാ. പക്ഷേ ഇനി ഞാൻ ഓനോട് സലാം പറയേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. വാപ്പാന്റെ സ്വത്ത് ഓരി വെച്ചതിൻ്റെ പേരിൽ ഉണ്ടായൊരു തർക്കം. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണങ്ങി നിന്നത് വർഷങ്ങളോളമാണ്. മരിക്കുന്ന സമയത്ത്, ജ്യേഷ്ഠൻ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് പോലും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ അനിയന് സാധിക്കുന്നില്ല, അനിയത്തിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അഹങ്കാരം അല്ലേ? പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന ചില അപാകതകൾ ഇതാ. ലോകത്തിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു വഖൈറുഹുമാ യബ്ദഉ ബിസ്സലാം. നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം വേണോ? പരസ്പരം ഇഷ്ടം കൂടണോ? അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക അല്ലേ? വീട്ടിലേക്ക് മക്കൾക്ക് ഫോൺ വിളിക്കുമ്പോൾ, ഭാര്യയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളിൽ എത്ര പേര് സലാം പറയാറുണ്ട്? ഇല്ല, ചുരുക്കമാ. റൂമിലേക്ക് കയറി വരുമ്പോൾ റൂമിലുള്ള തൻ്റെ സഹ താമസക്കാരോട് എത്ര പേര് സലാം പറയാറുണ്ട്? മക്കൾക്ക് അതൊക്കെ ചെറിയ വിഷയമാണ്. പക്ഷേ ഈ സലാം പറച്ചിൽ എന്താ പ്രവാചകൻ പഠിപ്പിക്കുക? നിങ്ങൾക്കിടയിലെ സ്നേഹം വർദ്ധിപ്പിക്കും. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സ്വഹാബികള് ഒരു വഴിയിലൂടെ അങ്ങനെ ഒരു 4 ആൾ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചുമര് അവർക്ക് മറയിട്ടാൽ അടുത്ത വഴിന്ന് അവർ കാണുമ്പോൾ വീണ്ടും സലാം പറഞ്ഞിട്ട് അവർ തുടങ്ങുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് താമസിക്കുന്ന ഭാര്യക്കോ മക്കൾക്കോ ഉമ്മക്കോ ഉപ്പക്കോ വിളിക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങാറുണ്ടോ? വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളിൽ എത്ര ആളുകൾ ഭാര്യയോടും മക്കളോടും സലാം പറയാറുണ്ട്? ഇല്ല, മടിയാ. എന്തിയപ്പോ ഞാനെങ്ങനെ ഓരോട് സലാം പറയാം? ഞാനെങ്ങനെ പെണ്ണുങ്ങളോട് സലാം പറയാം? ഞാനെങ്ങനെ മക്കളോട് സലാം പറയാം? ഞാനെങ്ങനെ ഉമ്മാട് സലാം പറയാം? വല്ലാത്തൊരു മടി. എന്തിനാ നമുക്ക് മടി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിന് നമുക്ക് മടി അല്ലേ? ലോകത്തിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു മുഅ്മിനുകളല്ലാതെ സ്വർഗത്ത് പ്രവേശിക്കൂല. പക്ഷേ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുഅ്മിനുകളും ആകൂല. പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ. മുഅ്മിനുകളല്ലാതെ സ്വർഗത്ത് പോകൂല. പക്ഷേ ലാ തുഅ്മിനൂന അഹദുക്കും ഹത്താ യുഹിബ്ബൂൻ. പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനുകളും ആകൂല. ആ ഷർത്തുകൾ നോക്കി. നിങ്ങൾ മുഅ്മിനുകൾ മാത്രമേ സ്വർഗത്ത് പോവുള്ളൂ. പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളാരും മുഅ്മിനും ആകൂല. ഉള്ളിലുള്ളത് കിബർ, ഉള്ളിലുള്ളത് അസൂയ, ഉള്ളിലുള്ളത് ഈ അനിഷ്ടങ്ങൾ. പിന്നെ എങ്ങനെ പരസ്പരം ഇഷ്ടം ഉണ്ടാകുക? അപ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇഷ്ടം ഉണ്ടാകണോ നിങ്ങൾ സലാം പറഞ്ഞോളി, ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ കൈമാറിക്കൊള്ളി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ധാരാളക്കണക്കിന് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ആരാ മുസ്ലിം? പാസ്പോർട്ടിൽ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേര് ചേർത്തിക്കൊണ്ട് ഒരു മുസ്ലിം പേരായ മുസ്ലിമാകുമോ?
ഐഡന്റിറ്റി കാർഡുകളിൽ മുസ്ലിം നാമധാരിയായാൽ നമ്മൾ മുസ്ലിം ആകുമോ? ആവൂലട്ടോ. അത് പേരുകൊണ്ടാകാം, നിയമം കൊണ്ട് നമ്മൾ മുസ്ലിം ആകാം. പക്ഷേ നമ്മളെപ്പോഴാണ് മുസ്ലിം ആകുക? ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഞാൻ എപ്പോഴാ മുസ്ലിം ആകുക? എൻ്റെ നാവിനെ തൊട്ടും എൻ്റെ കൈകളെ തൊട്ടും മറ്റുള്ളവരെപ്പോഴാ രക്ഷപ്പെടുന്നത്? അപ്പോഴേ ഞാൻ മുസ്ലിം ആകുള്ളൂ. നമ്മൾ റൂമിലേക്ക് കയറി വരുമ്പോൾ, നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മറ്റുള്ളവർ പറയാ, അയാൾ വരുന്നുണ്ട്, അവൾ വരുന്നുണ്ട്, ഇനിയൊരു സ്വസ്ഥത ഉണ്ടാകൂല. അല്ലേ? നമ്മളിൽ എത്ര ആളുകളെക്കുറിച്ച് മറ്റുള്ളവർ ഭയപ്പെടുന്നു? പല മക്കൾക്കും ബാപ്പാനെ പേടിയാ, പല മക്കൾക്കും ഉമ്മാരെ പേടിയാ. എന്താ പറയാന്നറിയില്ല, എന്താ ചെയ്യാന്നറിയില്ല. കൂട്ടുകാർക്ക് നമ്മളെ പേടിയാ, ആ ചങ്ങായി എന്തൊക്കെയാ ഇനി പറയാന്നറിയില്ല. അല്ലേ? അങ്ങനെ ആരെങ്കിലും നമ്മളെക്കുറിച്ച് പേടിക്കുന്നുണ്ടെങ്കിൽ, നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ പീഡിയൊക്കെ നമ്മൾ നാട്ടുകാരെ കൂട്ടത്തിലേക്ക്, കൂട്ടുകാരൊക്കെ കൂട്ടത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളെ പറ്റി അവരടങ്ങിയിരുന്നിട്ട് പറയും, ചെറിയ സ്വരത്തിൽ പറയും, അവൻ വരുന്നുണ്ട്, ഇനി ആരൊക്കെ ഇറച്ചിയ തിന്നറിയില്ല, ആരൊക്കെയാ അയ്യബത്തും നമീമത്താ പറയാന്നറിയില്ല, ആരൊക്കെ ആ രൂപത്തിൽ അവന് ഉപദ്രവിക്കാന്നറിയില്ല എന്ന് നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? നമ്മുടെ ആരുടെയെങ്കിലും പ്രവർത്തനങ്ങൾ ആ രൂപത്തിൽ പോയിട്ടുണ്ടോ? നമ്മളെ പാസ്പോർട്ട് കൊണ്ട് നമുക്ക് മുസ്ലിം ആകാം, ഐഡന്റിറ്റി കാർഡ് കൊണ്ട് നമുക്ക് മുസ്ലിം ആകാം. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അക്കൗണ്ടിൽ നമ്മൾ മുസ്ലിം അല്ല. നമ്മളെ കയ്യിനെ തൊട്ടും നമ്മുടെ നാവിനെ തൊട്ടും മറ്റുള്ളവർ രക്ഷപ്പെടുമ്പോഴേ, മറ്റുള്ളവരെ വിമോചിക്കപ്പെടുമ്പോഴേ നമ്മൾ മുസ്ലിമായി മാറുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട വിശ്വാസിനികൾ, എന്തെല്ലാം രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെ പേര് വിളിക്കുക, ഓരോരുത്തരെ ആ രൂപത്തിൽ അപഹസിക്കുക, കളിയാക്കുക പാടില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ പേരൊക്കെ ഇടും, പാടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിന്റെ 11-ാമത്തെ വചനത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹുന്ന വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ, ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെയും കളിയാക്കണ്ട, പരിഹസിക്കണ്ട, ഇകഴ്ത്തണ്ട, ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കണ്ട. ലാ യസ്ഖറു ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹുൻ. നിങ്ങൾ വലിയ ആളുകളായിട്ടായിരിക്കും, അല്ലേ, സാമ്പത്തികമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, ജോലിയുടെ കാര്യത്തിൽ, തറവാടിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഉയർച്ചയിലായതുകൊണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയതുകൊണ്ടായിരിക്കും നിങ്ങൾ അവരെ കളിയാക്കുന്നത്. പക്ഷേ നിങ്ങളെ കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അള്ളാന്റെ അടുക്കലുള്ള സ്ഥാനം നിങ്ങളെക്കാൾ മുകളിലായിരിക്കും. നിങ്ങൾ കളിയാക്കിക്കോ, പക്ഷേ അവർക്ക് സ്ഥാനം കുറച്ച് കാണല്ലേ, പക്ഷേ അവരുടെ സ്ഥാനം അള്ളാന്റെ അടുക്കൽ ഏറ്റവും ഉന്നതായിരിക്കും. വിശുദ്ധ ഖുർആൻ വീണ്ടും എടുത്തു പറയാ, നോട്ട് ചെയ്തിട്ട് പ്രത്യേകം പറയാ, വലാ നിസാഉം മിൻ നിസാഇൻ അസാ യകുന്ന ഖൈറൻ മിൻഹുൻ. ഒരു സ്ത്രീ വിഭാഗവും മറ്റൊരു സ്ത്രീ വിഭാഗത്തെയും പരിഹസിക്കണ്ട, കളിയാക്കണ്ട. നിങ്ങൾ കളിയാക്കുന്ന ആളുകൾ നിങ്ങളെക്കാളും ഉന്നതിയിലായിരിക്കും നാളെ റബ്ബിൻ്റെ അടുക്കൽ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് അപഹാസ പ്രചരണങ്ങൾ, ആ രൂപത്തിലുള്ള കുത്തുവാക്കുകൾ, പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഗീബത്തും നമീമത്തൊക്കെ ആധുനികമായ രൂപത്തിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളെക്കുറിച്ചൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ, ഒരാളെക്കുറിച്ചൊരു പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരാവേശ അത് പ്രചരിപ്പിക്കാൻ. നിനക്കത് കിട്ടിയോ? എനിക്ക് കിട്ടി, ഞാൻ നിനക്ക് ഫോർവേഡ് ചെയ്തുതരാം, അല്ലേ? ഒരാളെ ഇറച്ചി തിന്നാൻ കിട്ടിയുള്ള അവസ്ഥ, അത് ആ ഒരു സാഹചര്യം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തും. എന്നാൽ ഫോണിൽ വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് വരികയാണെങ്കിലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കണ്ട അത് ലൈക്ക് അടിക്കാനും ഇല്ല, ഷെയർ ചെയ്യാനും നമുക്ക് താല്പര്യമില്ല, അതിന് കമൻ്റ് ചെയ്യാനും നമ്മളില്ല. എന്നാൽ വേറെന്തെങ്കിലും കിട്ടിയാൽ, ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു മതനേതാവിനെ കുറിച്ചോ എന്ത് കിട്ടിയാലും അതിൻ്റെ പിറകെ ഓടാൻ നമുക്ക് വലിയ ആവേശം.
അവരുടെ രഹസ്യ ജീവിതങ്ങളിലേക്ക്. ആരുടെയും ആ രൂപത്തിലുള്ള രഹസ്യ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണ്ട. അതല്ലേ പ്രവാചകൻ പറഞ്ഞത്, വല തജസ്സസു വല തഹസ്സസു വല തനാഫസു വല തബാഅദു, ഓരോന്ന് പ്രവാചകൻ എണ്ണി പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എത്രയോ തവണ നമ്മൾ കേട്ടതാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞില്ലേ, ജനങ്ങളെ മാംസം, പച്ച മാംസം തിന്നുന്ന ആളുകളുടെ ശിക്ഷയെക്കുറിച്ച് പ്രവാചകന് ആകാശാരോഹണ സമയത്ത് കാണിച്ചു കൊടുത്ത ഒരു അദാബ് അല്ലേ, കൂർത്ത ചെമ്പിൻ്റെ നഖങ്ങൾ കൊണ്ട് ശരീരത്തിൻ്റെ മുഖവും മാറിടങ്ങളുമെല്ലാം മാന്തിപ്പൊളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ഈ രൂപത്തിലുള്ള ഗീബത്തും നമീമത്തുകളും പ്രചരിപ്പിച്ചാലുണ്ടാകുന്ന ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ അത്തരത്തിലുള്ള ഭയാനകമായ സാഹചര്യങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ നമ്മൾ ഇന്ന് സൂചിപ്പിച്ച ധാരാളം കാര്യങ്ങൾ, ചില പോയിന്റുകളുടെ മാത്രമാണ് നമ്മൾ കയറിപ്പോയിട്ടുള്ളത്. ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ, അവശരായ ആളുകളെ കാണണം നമ്മൾ. നാളെ പരലോകത്ത് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, നമ്മൾക്കിടയിൽ എത്ര ആളുകൾ രോഗികളാകുന്നു, എത്ര ആളുകൾ പ്രയാസപ്പെടുന്നു, അവരെയൊന്നും കാണാനും അവരുടെ കൂടെ കൂടാനും അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവർ ഉയർത്തിക്കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള നമ്മൾ നാളെ പരലോകത്ത് ചൊല്ലും. അപ്പോൾ ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹു നമ്മളോട് പറയും, മരിദുതു ഫലം തഇദുനി, ഞാൻ രോഗിയായി, പക്ഷേ നിങ്ങളാരും എന്നെ വന്ന് സന്ദർശിച്ചില്ല. അള്ളാഹു പറയും നമ്മളോട്, മരിദുതു ഫലം തഇദുനി, ഞാൻ രോഗിയായി, പക്ഷെ നിങ്ങളാരും എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ മനുഷ്യന്മാർ ചോദിക്കും, അല്ല റബ്ബേ, യാ റബ്ബ് കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, അല്ല റബ്ബേ, അല്ല അല്ലാഹുവേ, ഞങ്ങൾ എങ്ങനെ നിന്നെ സന്ദർശിക്കും, നീ ലോകത്തിന്റെ രക്ഷിതാവല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകുമെന്നാണ്, അലിം അന്ന അബ്ദി ഫുലാൻ, അല്ലേ, എൻ്റെ ഇന്ന അടിമ, ഇന്ന ആളുടെ മകൻ, ഇന്ന ആള് രോഗിയായി, നിങ്ങളത് അറിഞ്ഞില്ലേ? എന്നിട്ട് നിങ്ങൾ പോയി നോക്കിയോ? അവർക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തോ? ഓരോ കണ്ണീര് നിങ്ങൾ ഒപ്പിയോ? ചരിത്രത്തിൽ എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങളൊക്കെ എത്രയോ നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ ഒന്നും സ്ഥാനങ്ങളിലേക്ക് ഒരിക്കലും എത്താൻ നമുക്ക് കഴിയില്ല. അവരുടെ ചരിത്രങ്ങൾ വെറുതെ കേട്ട് വെറുതെ വായിച്ച് വിസ്മരിച്ച് കളയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ കഴിവിൻ്റെ പരമാവധി അത്തരത്തിലുള്ള ചരിത്രങ്ങളും സംഭവങ്ങളും പകർത്താനും ജീവിതത്തിൽ അത് പുലർത്താനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. എങ്കിലേ നമ്മൾ പരസ്പരം സ്നേഹിക്കപ്പെട്ടാലേ, ആദർശത്തിൻ്റെ വിഷയത്തിൽ, തൗഹീദിൻ്റെ വിഷയത്തിൽ, ഇസ്ലാമിൻ്റെ വിഷയത്തിൽ നമ്മൾ പരസ്പരം ഐക്യപ്പെട്ടാൽ മാത്രമേ നമ്മുടെ മനസ്സുകൾ തമ്മിൽ അടുപ്പമുണ്ടാവുകയുള്ളൂ, നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടാവുകയുള്ളൂ, കൂട്ടുകാർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ മുഅ്മിനാവുകയുള്ളൂ, എങ്കിൽ മാത്രമേ നമ്മൾ മുസ്ലിം ആവുകയുള്ളൂ. ആ നിലക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും, പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി മുന്നോട്ടു പോകുവാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ ദുആഅന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.